എല്ലാവർക്കും നമസ്കാരം. വിജിസ് ലെക്ചറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സോ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന സബ്ജക്റ്റ് നമ്മളിതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്താ സംഭവം? ഒന്നുമില്ല, നമ്മുടെ മാത്സ് അല്ലേ, നമ്മൾ പഠിച്ചിരുന്ന നമ്മുടെ മാത്സ് ചെറിയ ക്ലാസ്സുകളിലും വലിയ ക്ലാസ്സുകളിലും ഒരുമിച്ച് പഠിച്ചിരുന്ന നമ്മുടെ മാത്സ് ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് മാത്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ മാത്സ് ഒരു വെല്ലുവിളി ആയിരിക്കും, അത് ഉറപ്പാണ് അല്ലേ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബേസിക് ഇല്ല. ഒരു ബേസ് മാത്സിന് വേണം. ഈ ബേസ് എന്ന് പറഞ്ഞാൽ എന്താ സാർ? എല്ലാവരും പറയും മാത്സിന് ബേസ് വേണം, ബേസ് ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ എന്താ ഈ ബേസ് എന്ന് ആരും പറഞ്ഞു തരില്ല. ഈ ബേസ് എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയ ബേസ് എന്താണ്? ഒരു PSC എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാത്സിന് അറിഞ്ഞിരിക്കണം, എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ളത് നമുക്ക് പഠിക്കാം. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇതാണ്: സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ഒരു സിലബസിലെ ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിലബസ് നിങ്ങൾ കണ്ടെത്തണം. മാത്സിൽ 10th മെയിൻസിൻ്റെ സിലബസ് നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. 10th മെയിൻസിൻ്റെ സിലബസ്, ആ സിലബസ് ഡൗൺലോഡ് ചെയ്ത് ആ സിലബസിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളത് എന്ന് നിങ്ങൾ നോക്കണം. 10th മെയിൻസിൻ്റെ സിലബസിൽ ഒന്നാമത് കിടക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്: സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക് ഉണ്ട് നമ്മുടെ മാത്സ് സബ്ജക്റ്റിൻ്റെ പോർഷനായിട്ട് വരുന്ന 10th എക്സാമിൻ്റെ സിലബസ് എടുത്ത് നോക്കിയാൽ മതിയാകും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ടോപ്പിക് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബേസിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. മാത്സ് ഒന്നും അറിയില്ല സാറിന്, എനിക്ക് പ്രത്യേകിച്ച് മാത്സ് ഭയങ്കര ടഫാണ്, ഒരു ചോദ്യം പോലും ചെയ്യാൻ കഴിയില്ല എന്നൊരു വ്യക്തിക്ക് പോലും ഇനി അത്യാവശ്യമൊക്കെ അറിയാം, പിന്നെ ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്യണം എന്നുള്ള ആളുകൾ ഉണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. പിന്നെ ഒരുപാട് റേഞ്ച് കൂടിയ ആളുകൾക്ക്, എനിക്ക് മാത്സിൻ്റെ എല്ലാം അറിയാം, ടോപ്പാണ് എനിക്ക്, പക്ഷെ കുറച്ചുകൂടി നല്ല ടഫ് ചോദ്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ളവർക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണോ എന്ന് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറഞ്ഞാൽ മതിയാകും. കാരണം ഞാൻ ഈ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒട്ടും മാത്സിൽ ബേസ് ഇല്ലാത്ത ആളുകൾക്ക് ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് വേണ്ടിയാണ്. ഒട്ടും മാത്സും ബേസ് ഇല്ല എന്ന് പറഞ്ഞാൽ PSC ലെവലിൽ ടോപ്പിക്സ് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ട് PSC പഠിച്ചു തുടങ്ങുന്നു, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. എല്ലാം അറിയാവുന്നവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. ഈ ടോപ്പിക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് പാർട്ട് ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ബേസ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതിനെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ പിന്നെ അങ്ങ് വിട്ടുപോയി, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് വിട്ടുപോയി. മാത്സിന് നിങ്ങൾക്ക് ഒരു ബേസ് വേണം. നിങ്ങൾക്ക് വേണ്ടിയ 3 ബേസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് 3 ബേസ് മതിയടാ. അപ്പോൾ അത് സന്തോഷമല്ലേ? 3 ബേസ് പോരെ? അപ്പോൾ ഒന്നാമത്തെ ബേസ് എന്താ നിങ്ങൾക്ക് വേണ്ടിയേ? നിങ്ങൾക്ക് 1 മുതൽ 20 വരെയുള്ള ആളുകളുടെ സ്ക്വയർ നിങ്ങൾ പഠിച്ചിരിക്കണം. സ്ക്വയർ, വർഗം. 1ൻ്റെ സ്ക്വയർ എത്ര, 2ൻ്റെ സ്ക്വയർ എത്ര, 8ൻ്റെ സ്ക്വയർ എത്ര, 16ൻ്റെ സ്ക്വയർ എത്ര, 19ൻ്റെ സ്ക്വയർ എത്ര, 20ൻ്റെ സ്ക്വയർ എത്ര, അങ്ങനെ 1 മുതൽ 20 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും സ്ക്വയർ. ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് എടുത്ത് തന്നേ ഉള്ളൂ. അതെല്ലാം 1 മുതൽ 20 വരെ എല്ലാ സംഖ്യകളുടെയും സ്ക്വയർ നിങ്ങൾ പഠിക്കണം. ഇനി സ്ക്വയർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിക്കണം? 1 മുതൽ 10 വരെയുള്ള ക്യൂബ് പഠിക്കണം, ബേസ. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള സ്ക്വയറും പഠിച്ചു, ക്യൂബും പഠിച്ചു. ഇനി പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി പഠിക്കണം, കാരണം 3 ബേസ് അല്ലേ ആവശ്യമുള്ളൂ എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ മൂന്നാമത്തെ എന്താ? മൂന്നാമത്തത് ഏറ്റവും വലിയ ബേസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെന്ന്. അപ്പം നിങ്ങൾ എന്നോട് പറയോ, ഇയാൾ എന്താ പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ഒരു ബേസ് ആണോ? അതാണ് ബേസ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാതെ ഒരു കണക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് 10 × 10 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ പഠിക്കണം. അതായത് 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ പഠിക്കണമെന്ന്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം. എത്രയാണ്? 8 എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റണം. 9 8 എത്രയാണ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റണം. ആ രീതി, അതാണ് നമ്മുടെ പെട്ടെന്ന് നമുക്ക് കിട്ടണം, പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം. ഒന്ന് സമയം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പട്ടിക ഒന്നുകൂടെ പഠിക്കണം. 9 8 ഒന്ന് ആലോചിക്കണം, അങ്ങനെയെങ്കിൽ വേഗം പട്ടിക പഠിക്കണം.
അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സംശയം, ഈ 1 മുതൽ 20 വരെയുള്ള ക്യൂബ് എവിടുന്ന് കിട്ടും, സ്ക്വയർ എവിടുന്ന് കിട്ടും, 1 മുതൽ 10 വരെയുള്ള ക്യൂബ് എവിടുന്ന് കിട്ടും, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എവിടുന്ന് കിട്ടും? നമ്മുടെ ഈ ക്ലാസ് നമ്മളിത് പഠിച്ചു പോവുകയാണ്. നമ്മുടെ ക്ലാസ് ബേസ് മുതൽ പഠിച്ചു പോവുകയാണ്. ഇതെങ്ങ് നിങ്ങൾ തിരക്കി നടക്കണോ ഒന്നും വേണ്ട, നമ്മൾ ഈ ക്ലാസ്സിൽ അങ്ങ് ഇരുന്ന് പഠിക്കുകയാണ്. റെഡിയല്ലേ? അപ്പോൾ 1 മുതൽ 20 വരെയുള്ള വർഗ്ഗങ്ങൾ, ഈ വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, സ്ക്വയർ ആണ് കേട്ടോ, സ്ക്വയർ ടേബിൾ ആണ്. സ്ക്വയറിനെയാണ്, ഒരു നമ്പറിന്റെ സ്ക്വയറിനെയാണ് ആ സംഖ്യയുടെ വർഗ്ഗം എന്ന് പറയുന്നത്. സ്ക്വയർ അഥവാ നമ്മൾ പറയുന്നത് എന്താണ്, വർഗ്ഗം എന്നാണ് പറയുന്നത്. സ്ക്വയർ അഥവാ നമ്മൾ പറയുന്നത് വർഗ്ഗം, വർഗ്ഗം, വർഗ്ഗം എന്നാണ്. സ്ക്വയർ അഥവാ നമ്മൾ പറയും വർഗ്ഗം എന്ന്. അപ്പൊ നോക്കടാ, 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ എത്രയാണ് 9 ആണ്, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100 എന്ന് ഞാൻ ഒറ്റ ഒരു ശ്വാസത്തിൽ വായിച്ചു വിടുമ്പോൾ ഈ സ്ക്വയർ എന്ന് പറഞ്ഞ ഐഡിയ അറിയാത്തവരും ക്ലാസ്സിൽ ഉണ്ടാവും. ഞാൻ അവരെയും പരിഗണിക്കും. നിങ്ങൾ വിചാരിക്കും സാർ സ്ക്വയർ അറിയാത്തവരുണ്ട്, അതിനെന്താ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയാത്തവരുണ്ടായിരിക്കില്ലേ? ഉണ്ടായിരിക്കും. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഐഡിയ എന്താ? 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 1നെ 1 കൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോഴാണ് അതിന്റെ സ്ക്വയർ കിട്ടുക. 1 × 1 എത്ര? 1. അപ്പോൾ 1ന്റെ സ്ക്വയർ എത്ര എന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി വലിയൊരു സംഖ്യ എടുക്കുകയാണെങ്കിൽ 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഐഡിയ എന്താ, 8നെ 8 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുക, അതാണ് സ്ക്വയർ. 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ 8നെ 8 കൊണ്ട് തന്നെ വീണ്ടും ഇൻറ്റു ചെയ്യുക, അപ്പോഴാണ് അതിന്റെ സ്ക്വയർ കിട്ടുക. 64, 8 8 64. 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9നെ ആ 9 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുക, 9 9 81, അതാണ് അതിന്റെ സ്ക്വയർ. അപ്പൊ ആ സ്ക്വയർ എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ വേഗം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. എഴുതിയെടുത്താൽ മാത്രം മതിയോ? പോരാ, ഇപ്പം തന്നെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ എത്രയാണ്? 3 × 3 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100. 10 വരെയുള്ള നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും കാണുന്ന നിങ്ങളുടെ വാളിലോ ഭിത്തിയിലോ എവിടെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് എഴുതിയിട്ട് ഒരു ടേബിളാക്കി എഴുതിയിട്ട് നിങ്ങളത് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും രാവിലെയൊക്കെ എണീക്കുമ്പോൾ കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത് വരുന്നുണ്ടെ, ഇത് 16ന്റെ സ്ക്വയർ ഇതാണ്, അപ്പോൾ പെട്ടെന്ന് കിട്ടും. അതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഇത് പഠിക്കാം. 11 തൊട്ട് 20 വരെയുള്ള വേഗം പഠിക്കാം. 11ന്റെ സ്ക്വയർ എത്രയാണ്? 121 ആണ്. 11ന്റെ സ്ക്വയർ 121 എങ്ങനെ കിട്ടി? 11ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐഡിയ എന്താണെന്ന് ആലോചിക്കണം. 11ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 11 × 11, 121. 12ന്റെ സ്ക്വയർ 144, 12 × 12. 13ന്റെ സ്ക്വയർ 169, 13 × 13. 14ന്റെ സ്ക്വയർ 14 × 14, 196. 15ന്റെ സ്ക്വയർ 225. 225. 16ന്റെ സ്ക്വയർ 256. 256. 16ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ 225 ആണ്. 16ന്റെ സ്ക്വയർ 256 ആണ് കേട്ടോ. 256 ആണ്. ഓർക്കണേ, 256. 17ന്റെ സ്ക്വയർ എത്രയാണ്? 289. 256 ഉണ്ട്, 289 ആണ്. നോക്കടാ, 289 ആണ് ആരുടെ സ്ക്വയർ? 17ന്റെ സ്ക്വയർ 289 ആണ്. 17ന്റെ സ്ക്വയർ 289. 17ന്റെ സ്ക്വയർ 18ന്റെ സ്ക്വയർ 324 ആൻഡ് 19ന്റെ സ്ക്വയർ 361. 361. 20ന്റെ സ്ക്വയർ 400. പഠിച്ചോ? 11ന്റെ സ്ക്വയർ 121, 12ന്റെ സ്ക്വയർ 144, 13ന്റെ സ്ക്വയർ എത്രയാണ്? 169 ആൻഡ് 14ന്റെ സ്ക്വയർ 13 കഴിഞ്ഞു. 14ന്റെ സ്ക്വയർ 196, 196. 15 സ്ക്വയർ 225, 16ന്റെ സ്ക്വയർ 256, 17ന്റെ സ്ക്വയർ 289 ആൻഡ് 18ന്റെ സ്ക്വയർ 324, 19ന്റെ സ്ക്വയർ 361, 20ന്റെ സ്ക്വയർ 400. അപ്പോൾ വർഗം പഠിച്ചോ? അപ്പം നമ്മൾ ഒരു ബേസ് പഠിച്ചു, അതായത് 1 മുതൽ 20 വരെയുള്ള സ്ക്വയർ എന്ത് ചെയ്തു? പഠിച്ചോ? 1 മുതൽ 20 വരെയുള്ള സ്ക്വയർ പഠിച്ചോ? പഠിച്ചെന്ന് കോൺഫിഡൻ്റ് ഉള്ളവരൊന്ന് വേഗം പറഞ്ഞേ. നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ എഴുതി എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു, പഠിച്ചു
എന്നുള്ള ഒരു വേഗം ഒന്ന് പറഞ്ഞേ. ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. 8ന്റെ സ്ക്വയർ എത്ര? വേഗം എഴുതിക്കേ. 9ന്റെ സ്ക്വയർ എത്ര? വേഗം എഴുതിക്കേ. 19ന്റെ സ്ക്വയർ വേഗം എഴുതിക്കേ. 16ന്റെ സ്ക്വയർ വേഗം എഴുതിക്കേ. 18ന്റെ സ്ക്വയർ വേഗം എഴുതിക്കേ. 17ന്റെ സ്ക്വയർ വേഗം എഴുതിക്കേ. ഇത്രയും ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വേഗം ഇട്ടു വന്നു. വേഗം തന്നെ ഇത് പോസ്റ്റ് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആ സ്ക്വയർ പഠിച്ചോ എന്ന് നോക്കട്ടെ. സ്ക്വയർ പഠിച്ചിരിക്കണം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 8ന്റെ സ്ക്വയർ എത്രയാടാ? 8ന്റെ സ്ക്വയർ 64. പെട്ടെന്ന് കിട്ടുന്നുണ്ടോ? 89. പെട്ടെന്ന് കിട്ടുന്നുണ്ടോ? 361. പെട്ടെന്ന് കിട്ടുന്നുണ്ടോ? 16ന്റെ സ്ക്വയർ എത്രയാണ്? 256. പെട്ടെന്ന് കിട്ടുന്നുണ്ടോ? 18ന്റെ സ്ക്വയർ 324. പെട്ടെന്ന് കിട്ടുന്നുണ്ടോ? 15ന്റെ സ്ക്വയർ 225. 16ന്റെ സ്ക്വയർ 256. 17ന്റെ സ്ക്വയർ 289. അപ്പൊ എനിക്ക് പോലും 17ന്റെ സ്ക്വയറിന്റെ അവിടെ ചെറിയൊരു ലാഗ് വന്നില്ലേ? ആ ലാഗ് വരരുത്. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടാണ് വരുന്നത്? അത്രയ്ക്ക് നിങ്ങൾ ക്ലിയർ ആകണം. പിന്നെ എൻ്റെ കേസ് എന്നല്ല, ഒട്ടുമിക്ക മെജോറിറ്റിയുടെ ആളുടെ കേസിൽ ഇതൊരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കും. അതായത് ഇപ്പോൾ 15, 16, 17 അങ്ങനെ ഓർഡറിൽ പഠിച്ചു വെക്കും. അപ്പം പെട്ടെന്ന് ഇടയ്ക്കൊന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഒന്ന് ആ ഓർഡർ ആലോചിക്കേണ്ടി വരും. പക്ഷെ അതുപോലും ഉണ്ടാവരുത്. അതുപോലും ഉണ്ടാവാതെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുക. റെഡിയാണല്ലോ? അപ്പോൾ 11ന്റെ സ്ക്വയർ 121, 12ന്റെ സ്ക്വയർ 144, 13ന്റെ സ്ക്വയർ 169, 17ന്റെ സ്ക്വയർ 196, 15ന്റെ സ്ക്വയർ 225, 16ന്റെ സ്ക്വയർ 365 അല്ല, 16ന്റെ സ്ക്വയർ 256, 17ന്റെ സ്ക്വയർ 289, 18ന്റെ സ്ക്വയർ 324, 19ന്റെ സ്ക്വയർ 361, 20ന്റെ സ്ക്വയർ 400. തെറ്റിക്കാതെ ഇത്രയും പഠിക്കുക. ഇതിലെല്ലാവരും സാധാരണ തെറ്റിക്കുന്ന ഒരു സ്ക്വയർ 16ന്റെ ആണ്. 16ന്റെ തെറ്റിക്കാറുണ്ട്, 256 ആണെന്ന് ഓർക്കണേ. ഇനി നിങ്ങൾക്ക് വേണ്ടിയ ബേസ് ആണ് ക്യൂബ്. 20 വരെയൊന്നും വേണ്ട. ക്യൂബ് 1 മുതൽ 10 വരെയുള്ള ക്യൂബ് നിങ്ങൾ പഠിച്ചാൽ മതി. ക്യൂബിന്റെ മലയാളമാണ് ഘനം. കേട്ടോ, ക്യൂബിന്റെ മലയാളമാണ് ഘനം. ഇപ്പൊ നിങ്ങൾ ഈ ഘനമോ, ഇതെന്താ സംഭവം, കനമെന്ന് കേട്ടിട്ട് ഘനം അല്ലേ? ഇപ്പൊ ക്യൂബിന്റെ മലയാളമാണ് ഘനം. അപ്പൊ 1ന്റെ ഘനം, ഈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഐഡിയ എന്താ? 1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1. അതാണ് 1ന്റെ ക്യൂബ്. എത്ര? 1. ഇപ്പൊ 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഐഡിയ എന്താന്ന് ചോദിച്ചാൽ 2 × 2 × 2. 3 തവണ 2നെ ഇൻറ്റു ചെയ്യുന്നു. അതാണ് 2ന്റെ ക്യൂബ്. 2 × 2 4, 4 × 2 8. അപ്പൊ 2ന്റെ ക്യൂബ് 8. അപ്പൊ അതാണ് ക്യൂബിന്റെ ഒരു ഐഡിയ. അത് മനസ്സിലായല്ലോ? ക്യൂബിന്റെ ഒരു ഐഡിയ സംഭവം ഇത് അറിയാത്തവരുണ്ടായിരിക്കും. ചിലപ്പോൾ പറയും ഇതൊക്കെ എന്തിനാ പറയുന്നത്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ. അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പക്കാ ഇത് ബേസ് മുതലാണ് ഈ ക്ലാസ് സെക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. മാത്സിൻ്റെ എല്ലാ ക്ലാസ്സും അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റും ഞാൻ അങ്ങനെയാണ്. ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാൾ കേട്ടാൽ അവർക്ക് കിട്ടണം, ആ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ 1ന്റെ ക്യൂബ് 1 ആണ്, 2ന്റെ ക്യൂബ് 8 ആണ്, 3ന്റെ ക്യൂബ് എത്രയാണ്? 3 × 3 × 3 27, 4ന്റെ ക്യൂബ് 66, 4 × 4 × 4 × 64, 5ന്റെ ക്യൂബ് 5 × 5 × 5 125, 6ന്റെ ക്യൂബ് 216, 6 × 6 × 6 216, 7ന്റെ ക്യൂബ് 7 × 7 × 7 എത്രയാണ്? 343 ആണ് 7ന്റെ ക്യൂബ്. 7ന്റെ ക്യൂബ് ഓർത്തിരിക്കാൻ 3 4 3, 2 3ന്റെ ഇടയ്ക്ക് ഒരു 4 വരുന്നു. അങ്ങനെ ഓർത്തിരിക്കുക. 7ന്റെ ക്യൂബ് അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. 3 4 3 343. 8ന്റെ ക്യൂബ് എത്രയാണ്? 512 ആണ് 8ന്റെ ക്യൂബ്. 9ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 729 ആണ്. ആൻഡ് 10ന്റെ ക്യൂബ് ദാറ്റ് ഈസ് 1000. 1000. പഠിച്ചോ? 1 മുതൽ 10 വരെയുള്ള ക്യൂബ് ഘനം പഠിച്ചോ? നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ എല്ലാം പറയുന്നുണ്ടാവും, എങ്കിലും നിങ്ങളിത് ഇടയ്ക്ക് നോട്ടിലൊന്ന് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. ഞാനും ഇടയ്ക്കിടയ്ക്കുള്ള ക്ലാസ്സുകളിൽ ഇത് ഉണ്ടോടാ എന്ന് ചോദിച്ച് ഞാനും ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്യിപ്പിക്കാം കേട്ടോ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സെറ്റാക്കാം. ഇപ്പം ഘനമാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത്. ഘനം 1 മുതൽ 10 വരെയാണ്. 1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വേഗം പറഞ്ഞേ 1. 2ന്റെ ക്യൂബ് വേഗം പറഞ്ഞേ 8. 3ന്റെ ക്യൂബ് വേഗം എത്രയാണ്? 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64, 5ന്റെ ക്യൂബ് 125, 6ന്റെ ക്യൂബ് 216, 7ന്റെ ക്യൂബ് 343, 8ന്റെ ക്യൂബ് 512, 9ന്റെ ക്യൂബ് 729, 10ന്റെ ക്യൂബ് 1000. 10ന്റെ ക്യൂബ് 1000. പഠിച്ചോ? അപ്പോൾ ക്യൂബ് നിങ്ങൾ സെറ്റ് ആക്കിയെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആ ബേസ് നിങ്ങൾക്ക് ക്ലിയർ ആയി.
ഒന്ന് ഓർത്ത് നോക്കിയേ. ബേസ് ഇല്ല, എനിക്ക് ഒട്ടും ബേസ് ഇല്ല എന്ന് പഠിച്ചവർക്ക് എന്താ ബേസ് എന്ന് പറഞ്ഞു തന്നുകൊണ്ട് അതിലെ 2 ബേസും അങ്ങ് പഠിപ്പിച്ച് കൈത്തന്നു. ഇനി ഒരു ബേസ് കൂടിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 10 × 10 വരെ, അതായത് 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൂടി നിങ്ങൾ പഠിക്കണം. അതെനിക്ക് പഠിപ്പിക്കാൻ എനിക്കൊരു ലിമിറ്റേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഗുണനപ്പട്ടിക 10 വരെ നിങ്ങൾ പഠിക്കണമെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഗുണനപ്പട്ടിക 10 വരെ പഠിക്കണം. അപ്പോൾ അതെനിക്ക് പറഞ്ഞു തരുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ ഓർക്കുക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് എല്ലാം 10 വരെ പഠിച്ചാൽ മതി കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാനിത് എടുത്ത് ഈ ഒരു സ്ലൈഡിനകത്ത് 1 × 12 ഇതെന്താണ് 12 വരെ ഒന്നും വേണ്ട, 10 വരെ മതി. എല്ലാം 10 വരെ മതി. നമുക്ക് ഈ 10 വരെ മതി കേട്ടോ. 10 വരെ മതി. അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമുള്ളൂ 10 വരെയുള്ള സംഭവം. 5 × 10 60 അത് വരെ മതി. ആവശ്യമില്ല, വേണമെങ്കിൽ പഠിക്കാം. താവോട്ട് വേണ്ട, 10 വരെയുള്ള ഇത് മതി കേട്ടോ. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 9 10 വരെയുള്ള ഗുണനപ്പട്ടിക സെറ്റ് ആക്കണം. പെട്ടെന്ന് ചോദിച്ചാൽ, ഒരാൾ ചോദിച്ചാൽ 9 × 8 എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് 72 എന്ന് പറയാൻ സാധിക്കണം, അല്ലാതെ 63 എന്ന് പറയരുത്. 8 × 7 എന്ന് ചോദിച്ചാൽ അത് എത്രയാണെന്ന് പറയണം, 63 എന്ന് പറയാൻ സാധിക്കണം. 9 × 6 എന്ന് ചോദിച്ചാൽ അത് 54 എന്ന് പറയാൻ സാധിക്കണം. അപ്പം അങ്ങനെ എന്താണ് ഇതൊക്കെ കുറേ ആളുകൾ തെറ്റിക്കുന്ന സംഭവങ്ങളാണ്. അതാണ് ഞാൻ അതെടുത്ത് തന്നത്. 8 8 64 ആണ്. 9 9 81 ആണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഓർത്തിരിക്കുക. 9 × 3 എത്രയാണ്, 27 ആണ്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പം അങ്ങനെ ഇടയ്ക്കൊന്നും ചോദിച്ചാൽ ഇപ്പം 5 7 5 7 5 7 35 അല്ലേ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. റെഡിയാണല്ലോ? യെസ്. അങ്ങനെ ഇടയ്ക്കൊന്ന് ചോദിച്ചാൽ 6 7 42 അങ്ങനെ വേഗം വേഗം പറയാൻ സാധിക്കണം. ആലോചന ഉണ്ടാവരുത്. അത് നിങ്ങൾ ഒന്നെങ്കിൽ ഇത് ഒരു ഷീറ്റിൽ എഴുതി നിങ്ങളുടെ ഭിത്തിയിൽ നിങ്ങൾ ഒട്ടിച്ചു വെക്കുക. നിങ്ങൾ എപ്പോഴും കാണുന്നൊരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ നിങ്ങളിത് സ്വാഭാവികമായിട്ട് പഠിക്കും. പിന്നെ എല്ലാ ദിവസവും മാത്സ് ക്ലാസ് നമുക്കിപ്പം ഇല്ലല്ലോ, നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ക്ലാസ് ഇല്ല, മാത്സ് ക്ലാസ് ഇല്ല. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ പാർട്ട് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. മാത്സിൻ്റെ ക്ലാസ് എല്ലാ ദിവസവും ഇല്ല, പക്ഷേ ആഴ്ചയിൽ 2 3 ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ മാത്സ് ശ്രമിക്കുന്നുണ്ട്. അപ്പം മാത്സിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണുന്ന ദിവസം ഈ ബേസ് എല്ലാം ഒന്നുകൂടി ഒന്ന് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഉള്ളൂ മാത്സിൻ്റെ ബേസ്. അപ്പോൾ ഈ മാത്സിന് ബേസ് ഇല്ല എന്ന് പറയുന്നവർ ഇതങ്ങ് സെറ്റാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താണ് മാത്സിൻ്റെ ബേസ്. ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കണക്കും ചെയ്യാമെന്ന് നമുക്ക്, അല്ലെങ്കിൽ ഇത്രയും അറിയാമെങ്കിൽ എല്ലാ കണക്കും ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത്രയും അറിയാമെങ്കിൽ ഒരു കണക്ക് ചെയ്യുന്ന രീതി നിങ്ങളെ പഠിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റെഡിയാണല്ലോ? നിങ്ങളൊന്ന് പേടിക്കേണ്ട, നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങിയില്ല, ജസ്റ്റ് ബേസ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയുള്ളൂ. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കും. അതിൽ നമ്മൾ മാത്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ഒറ്റയ്ക്ക് ചെയ്യും. അതാണ് നമ്മളുടെ ചലഞ്ച്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്താണ്, ഇത്രയും നേരം നമ്മൾ വായിട്ടലിച്ച് എന്താണ്, ബേസ് നിങ്ങളെ സെറ്റ് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബേസ് എന്താണെന്ന് മനസ്സിലായി. ഒന്നാമത്തെ ബേസ് എന്തായിരുന്നു, വർഗ്ഗമാണ്. 1 മുതൽ 20 വരെയുള്ള വർഗ്ഗങ്ങൾ നിങ്ങൾ പഠിക്കണം. പിന്നെ എന്താണ്, ഘനങ്ങൾ ക്യൂബുകൾ നിങ്ങൾ പഠിക്കണം, ക്യൂബ്സ് നിങ്ങൾ പഠിക്കണം. പിന്നെ മൂന്നാമതായിട്ട് ഈ പട്ടിക നിങ്ങൾ പഠിക്കണം, മൾട്ടിപ്ലിക്കേഷൻ ഗുണനപ്പട്ടിക ഗുണനം പഠിക്കണം. 10 വരെ 10 × 10 വരെ ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കണം. റെഡിയാണല്ലോ? അപ്പോൾ ആ ബേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാണ്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്തിനെ പറ്റിയാണെന്നറിയാവോ? നമ്മൾ എണ്ണൽ സംഖ്യകളെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഈ എണ്ണൽ സംഖ്യകൾക്ക് മറ്റൊരു പേരുണ്ട്. എന്താണെന്ന് അറിയാമോ? എണ്ണൽ സംഖ്യകളുടെ മറ്റൊരു പേരാണ് നിസർഗ സംഖ്യകൾ. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. എന്താ ഈ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വലിയ പേരൊക്കെ ഉണ്ട്, നിസർഗ സംഖ്യകൾ. എന്താ സംഭവം? എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ്. വളരെ സിമ്പിൾ ഡെഫിനേഷൻ നമുക്ക് പറയാം. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. ഇപ്പൊ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണ്, ഒരു ക്ലാസ് റൂം ഉണ്ട്. ആ ക്ലാസ് റൂമിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ എണ്ണം എടുത്തേ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് ആണ്, ഇങ്ങനെ റോസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു ക്ലാസ് ആണ്, ഇവിടെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എണ്ണം എടുക്കും. എങ്ങനെ? 1 2 3 4 5 6 7 8 9. അപ്പോൾ അങ്ങനെ നമ്മൾ എണ്ണാനായിട്ട് ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
എടാ നമ്മൾ നിസർഗ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ നിന്ന് ആരംഭിച്ച് 2, 3, 4 അന്നിങ്ങനെ അങ്ങനെ അങ്ങ് പോവാണ്. ഒരു നിർത്തലുണ്ടോ? നിർത്തലില്ലാതെ പോവുകയാണ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ആ ഒരു ഇത്. അപ്പൊ അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി നമുക്ക് പഠിക്കാനുണ്ട് ഈ നാച്ചുറൽ നമ്പേഴ്സിൽ തന്നെ, അതായത് നിസർഗ സംഖ്യകളിൽ തന്നെ നമ്മൾ 2 കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ പറയും. എന്താ? ഒന്ന് ഇരട്ട സംഖ്യകള്, ഈവൻ നമ്പേഴ്സ്. ഇരട്ട സംഖ്യകള്. ഈ ഇരട്ട സംഖ്യകള് നമ്മൾ എങ്ങനെ, എന്താ ഇരട്ട സംഖ്യ? എടാ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ. അപ്പൊ ഒരാൾ ചോദിക്കും, വീണ്ടും ഡൗട്ട്, എന്താ ഈ നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ? എടാ ഇപ്പോ നമ്മളൊരു സംഖ്യ എടുത്തു, ഞാനൊരു സംഖ്യ എടുത്തു. ആ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ, 4, 2, 8. ശിഷ്ടം എത്ര കിട്ടി? 0 കിട്ടി. അപ്പൊ ശിഷ്ടം 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താ? 8നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് നമുക്ക് പറയാം. കാര്യം എന്താ? 8നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും, അതുകൊണ്ടാണ് ശിഷ്ടം 0 വന്നത്. അപ്പൊ ശിഷ്ടം 0 വരണം. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ നിശേഷം ഹരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എല്ലാ സംഖ്യകളെയും നമ്മൾ വിളിക്കുന്ന ഇരട്ട സംഖ്യകൾ എന്നാണ്. 2, 4, 6, 8 അങ്ങനെ അങ്ങ് പോവുകയാണ് നമ്മുടെ ഇരട്ട സംഖ്യകൾ. അപ്പൊ 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകള് ഇരട്ട സംഖ്യകള് 2, 4, 6, 8. ഇതിനെയൊക്കെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് ശിഷ്ടം 0 ആയിരിക്കും വരിക. നോക്കിക്കോ കേട്ടോ. ഇനിയും മറ്റൊരു കാറ്റഗറിയാണ് ഒറ്റ സംഖ്യകൾ. എടാ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ. 2 കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നിങ്ങൾ 5/2 ചെയ്തേ. 5/2 ചെയ്താൽ 2 × 2 4 ശിഷ്ടം അവിടെ വരും. ശിഷ്ടം വരും അല്ലെ? ശിഷ്ടം വരില്ലേ? തീർച്ചയായിട്ടും അവിടെ ഒരു ശിഷ്ടം വരും. അപ്പൊ നിശേഷം ഹരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളെയാണ് നമ്മൾ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. അതിനൊരു കാറ്റഗറിയാണ് 1, 3, 5, 7 അങ്ങനെ പോകുന്ന സംഖ്യകളെല്ലാം എന്താണ്? ഒറ്റ സംഖ്യകളാണ്, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോവാണ്. നമ്മളോട് ഇത് സിലബസിലൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മളോട് ചോദിക്കും, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ, ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ പ്രീവിയസിൽ വന്നിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എടാ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. 1, 2, 3, 4, 5 ഇതാണ് നമ്മുടെ എണ്ണൽ സംഖ്യ. ഇതിന്റെ തുക എന്ന് പറഞ്ഞാൽ എന്താ? എടാ തുക എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + 4 + 5 + അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ തുക കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 1 + 2 + 3 + അങ്ങനെ പോയി +25 വരെ ചെയ്യണം. അത്രയും ചെയ്യാനുള്ള സമയമുണ്ടോ? 2, 1, 3, 3 + 3, 3, 3 + 6, 6 + 4 15, 10, 15. അപ്പൊ അങ്ങനെ ഓരോന്നും കൂട്ടാൻ സമയമുണ്ടോ? ഇല്ല. അപ്പൊ എന്താ എളുപ്പവഴി? നമുക്കൊരു സൂത്ര സമവാക്യമുണ്ട്. എന്താ? എടാ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു സമവാക്യമുണ്ട്. ആ സമവാക്യമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും പഠിക്കണം. ഏറ്റവും വലിയ ബേസാണ്. എന്താണ്? n × n+1 / 2 എന്ന സമവാക്യം എല്ലാവരും പഠിക്കണം. ഈ സമവാക്യം പഠിച്ചു വെച്ചോ. അപ്പൊ അടുത്ത ചോദ്യം, അടുത്ത സംശയം, എന്താ ഈ n? എടാ n എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. എണ്ണം എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. എണ്ണം എന്ന് പറഞ്ഞാൽ എടാ ഇപ്പൊ ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ n 25 വരും. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ n 50 വരും. ആദ്യത്തെ 75 എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുന്നതെങ്കിൽ n 75 വരും. അപ്പൊ ആ എണ്ണമാണ്. എത്ര ആദ്യത്തെ എണ്ണൽ സംഖ്യകളാണ്, എത്ര എണ്ണം എണ്ണൽ സംഖ്യകൾ, അതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്, അതാണ് നമ്മുടെ n എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ ചോദ്യം ഞാനിവിടെ കൃത്യമായി തന്നിട്ടുണ്ട്. ചെയ്തു. ഓപ്ഷൻ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഓപ്ഷൻ ഇല്ലാതെ നിങ്ങൾ ചെയ്യണം കണക്കിലെ ചോദ്യങ്ങൾ. ഓപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല.
ഇവിടെ ഞാൻ ആദ്യമേ കൊടുത്തിരിക്കുന്നത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അങ്ങനെ പോയി 98 പ്ലസ് 99 പ്ലസ് 100. അതായത് ശരിക്കും ഈ ചോദ്യത്തിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊണ്ടൊന്ന് മാറ്റാമല്ലോ. എങ്ങനെ? ആദ്യത്തെ വേണമെങ്കിൽ ഈ ചോദ്യത്തിനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപേണ ഒന്ന് മാറ്റാം. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയുടെ തുക എന്ന് മാറ്റല്ലോ. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയുടെ തുക എന്ന് മാറ്റല്ലോ. മാറ്റാം. അപ്പൊ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയുടെ തുക എന്ന് നമുക്ക് മാറ്റാം. അല്ലെങ്കിൽ വേണേ നമുക്ക് ഇതാ ഇങ്ങനെയും ചോദിക്കാം. ഇത് ശരിയാ, ഇത് രണ്ടും സെയിം ചോദ്യമാണ്. അപ്പൊ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയുടെ തുക എന്ന് ചോദിച്ചാലും 1 + 2 + 3 up to +100 ചോദിച്ചാലും സെയിം ആണ്. അപ്പൊ എങ്ങനെ ചെയ്യും? ചെയ്യാനായിട്ട് ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക കാണാനായിട്ടുള്ള നമ്മുടെ സൂത്ര സമവാക്യം നമ്മുടെ കയ്യിലുണ്ട്. n × n + 1 / 2. അപ്പൊ അടുത്ത സംശയം, സാറേ ഇവിടെ n എത്ര? എടാ നമുക്ക് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയല്ലേ, ആ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയുടെ തുകയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ഞാൻ n-ന് 100 കൊടുത്തു. അപ്പൊ 100 ബ്രാക്കറ്റിൽ 100 + 1 / 2. 100 + 1 എത്ര? 101 അല്ലേ? അപ്പൊ 100 ഇൻറ്റു ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്. നമ്മൾ ബ്രാക്കറ്റ് ഇടുമ്പോൾ ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്. ശരിക്കും ഇത് വായിക്കുന്നത് 100 × 101 + 1. 101 നമ്മൾ ബ്രാക്കറ്റ് അങ്ങ് ആദ്യം ചെയ്യും. അപ്പൊ 100 + 1 എന്ന് പറയുന്നത് 101 ആണ്. അപ്പൊ 100 × 101/2 അല്ലേ? നമുക്കിവിടെ വേണേ കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്യാം? എടാ ഈ 100 / 2 നമുക്ക് ആദ്യം ചെയ്യാം. 100ഉം 2ഉം കൂടെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോ, 100 / 2 എത്ര? 100ന്റെ പകുതി എത്ര? 50. 100ന്റെ പകുതി എത്ര? 50. ഞാനിവിടെ 50 എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 50 × 101 എന്ന് എഴുതിയാൽ മതിയല്ലോ. 50 × 101 എന്ന് എഴുതിയാൽ മതിയല്ലോ. മതി സാർ, മതി. 50 × 101 എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 50 × 101 എത്രയാന്ന് കണ്ടുപിടിക്കണം. വേണ്ടേ? വേണം. 50 × 101 എത്രയാന്ന് കണ്ടുപിടിക്കണം. 50 × 101 എത്രയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ 101 × 5 കണ്ടുപിടിച്ചിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. പോരെ മതി. അപ്പൊ 5050 ആണ് ഇതിന്റെ ആൻസർ. സംശയം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. കാൽക്കുലേറ്റർ ഒന്നും പറ്റില്ല, ഇങ്ങനെ തന്നെ ചെയ്യണം. 101 × 5 ചെയ്തിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 101 × 50 തന്നെ ഡയറക്റ്റ് ഇൻറ്റു ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണ് 5050? ഞാനിത് 1050 എന്ന് വായിച്ചോ, മിസ്റ്റേക്ക് ആണ്. 5050 ആണ് എന്ത് ഇതിന്റെ ആൻസർ, 5050. അപ്പൊ ഇതാണ് ശരിക്കും സംഭവം. PSC ചോദിക്കുകയാണെങ്കിൽ മാക്സിമം 100 വരെ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ 100 അങ്ങ് എടുത്ത് ചെയ്തത് കേട്ടോ. മാക്സിമം 100 ചോദിക്കത്തുള്ളൂ. 100ന്റെ അപ്പുറം ഒന്നും ചോദിക്കില്ല. പക്ഷെ ഏത് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം? 1000 ചോദിച്ചാലും 2000 ചോദിച്ചാലും 10000 ചോദിച്ചാലും ചെയ്യാൻ കഴിയണം. 100 വരെ മാക്സിമം ഇതുവരെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൂ. ഇതൊന്നും ചെയ്തേ, നിങ്ങൾ തന്നെ പോസ് ചെയ്യുക, ട്രൈ ചെയ്യുക. 1 + 2 + 3 + up to 50. 50 എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിനെ വേണേൽ നമുക്കൊന്ന് മാറ്റാം. എന്താണ്? നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റാം. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ തുക എന്ന് മാറ്റാം. എങ്ങനെ മാറ്റാം? ആദ്യത്തെ 50 എണ്ണൽ, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ, എണ്ണൽ എന്നായിപ്പോയി, എണ്ണൽ സംഖ്യയുടെ, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ തുക, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ തുക എത്രയാണ്? അപ്പം അതിനുവേണ്ടി നമ്മുടെ സമവാക്യം n × n + 1/2. അതൊരിക്കലും മറക്കരുത്, അങ്ങ് പഠിച്ചു വെച്ചോ. ഇപ്പം തന്നെ n × n + 1/2 ഇതാ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ n-ന് ഏത് കൊടുക്കും? എടാ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയല്ലേ, ഇവിടെ 50 അല്ലേ? അപ്പം n 50 ആണ്. 50 × 50 + 1/2. 50 + 1 എത്രയാണ്? 51 അല്ലേ? അപ്പൊ 50 × 51/2. നമുക്ക് ഈ 50ഉം 2ഉം കൂടി കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 50/2 എത്രയാണ്? 25 അല്ലേ? അപ്പൊ ഞാൻ ഇതിനെ 25 എന്ന് എഴുതി. അപ്പൊ 25 × 51 ചെയ്താൽ മതി. 25 × 51 ചെയ്താൽ മതി. അപ്പൊ 51 × 25 ചെയ്യണം. ചെയ്യടാ, ഞാൻ ചെയ്യണോ? എനിക്ക് മടിയാണ് ചെയ്യാൻ. വേഗം ചെയ്യൂ. 5
ഇവിടെ ചെയ്യാൻ സ്ഥലമില്ല, നമുക്കിത് അപ്പുറത്തെ പേജിൽ ചെയ്യാം. സ്ഥലമില്ല, കോപ്പി എടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ പേജിൽ ചെയ്യാം. അപ്പോൾ വേഗം നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വേഗമാക്കണം. കാൽക്കുലേഷൻ പെതുക്കെ ആവത്തുള്ളൂ, എങ്കിലും കുഴപ്പമില്ല, പഠിക്കുക കേട്ടോ. 5 5 25, 1 2 2, 5 2 10. അപ്പോൾ എത്ര വരും? 5 5 2 6 7 2 1, 1275. ഇതല്ലേ ആൻസർ? ഇതല്ലേടാ ആൻസർ? കിട്ടിയോ? അപ്പൊ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ തുക നമ്മൾക്ക് എന്ത് ചെയ്തു? സംഭവം കിട്ടി. അപ്പൊ ഇതാണ്, ഇത്രയേ ഉള്ളൂ ടോപ്പിക്ക്. അപ്പൊ എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ എല്ലാവരും പഠിച്ചോ? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഒന്ന് ചെയ്തേ. ആദ്യത്തെ 35 എണ്ണൽ സംഖ്യയുടെ തുക. ആദ്യത്തെ 35 എണ്ണൽ സംഖ്യയുടെ തുക. അതായത് ഈ ചോദ്യത്തിനെ വേണം നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റാം. 1 + 2 + 3 + up to 35 + 35 എത്രയാ? അപ്പൊ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. n × n + 1/2 എന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ n എന്ന് പറയുന്നത് എണ്ണമാണ്. എണ്ണം 35. ആദ്യത്തെ 35 എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കണ്ടേ. അപ്പൊ 35 × 35 + 1/2. അപ്പൊ എത്ര വരും? 35 × 35 + 1 എത്ര? 36/2. ഈ 36/2 നമുക്ക് 36നെ 2 കൊണ്ട് വെട്ടാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോ, 36ന്റെ പകുതി എത്ര? 18 എങ്ങാണ്ടല്ലയോ? 18 എങ്ങാണ്ടല്ലയോ? ആണ് 18. അപ്പൊ 18 × 35 വരും. അതാണ് ആൻസർ. 18 × 35 വരും. അതായത് 18 × 35 എന്ന് പറയുമ്പോൾ 8 5 40 0 ശിഷ്ടം 4 1 5 5 4 9 എന്ന് വരും അല്ലേ? 8 3 1 8 2 8 16 3 24 4 ശിഷ്ടം 2 1 3 3 2 6. ഇതായിരിക്കും ആൻസർ. ഇത് 10 11 12 പോകുന്നു. 730 കിട്ടിയോടാ? അതാണ് ആൻസർ. ശരിയാണല്ലോ. ഞാനിവിടെ ഓപ്ഷൻ ഒന്നും ഇട്ടിട്ടില്ല. ഓപ്ഷൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് മനഃപൂർവ്വം. ഓപ്ഷൻ ഇല്ലാതെ പോലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കണം, അതുകൊണ്ടാണ്. റെഡിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക ഉണ്ടല്ലോ. ഇനിയും പരീക്ഷയ്ക്ക് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുകയും പരീക്ഷയ്ക്ക് ചോദിക്കും. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക. അതായത് ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ 2 4 6 അല്ലേ? അപ്പോൾ 2 + 4 + 6 + up to n അതും ചോദിക്കും പരീക്ഷയ്ക്ക്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു സമവാക്യമുണ്ട്. ആ സമവാക്യം ഇതാണ്. ഈ ബോക്സിൽ തന്നിരിക്കുന്ന ഈ സമവാക്യമാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഒരു സമവാക്യം പഠിച്ചു. ഏതാ? n × n + 1/2 എന്ന സമവാക്യം പഠിച്ചു. എടി ഈ സമവാക്യത്തിൽ നിന്നും ഇരട്ട സംഖ്യ ഒഴിവാക്കിയാൽ, ഇതങ്ങ് ഒഴിവാക്കിയാൽ, ഇരട്ട സംഖ്യ ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം കിട്ടും. ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം കിട്ടും. n × n + 1 എന്ന് കിട്ടി. n × n + 1 എന്ന് കിട്ടി. റെഡിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം, അപ്പൊ ഇതാണ് സമവാക്യം. ഈ സമവാക്യത്തെ വെച്ചുകൊണ്ട് മാത്രം ചോദ്യത്തിലേക്ക് കിടക്കുക. ഇത് മാത്രം പഠിച്ചാൽ മതി. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം n × n + 1. അതങ്ങ് പഠിച്ചു വെച്ചോളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പഠിച്ചു വെക്കോളാൻ പറഞ്ഞത്. ഇവിടെയും സംശയം ചോദിക്കും, n എന്താണ്? ഇവിടെ n എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. ഫോർ എക്സാമ്പിൾ ചോദ്യം ചെയ്യാം, അപ്പം മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുകയാണ് 2 + 4 + 6 + up to അങ്ങനെ പോയി 20. അല്ലെങ്കിൽ നമുക്ക് ഇതാണ് ചോദ്യം. 2 + 4 + 6 up to 20. അപ്പം ഇവിടെ എല്ലാവരും നിങ്ങൾ ഓടിച്ചാടിപ്പോയി n എന്ന് പറഞ്ഞാൽ 20 എന്ന് എഴുതും. എന്നിട്ട് n × n + 1 ഇതാണ് ഫോർമുല. ഫോർമുലയിൽ ഇടും, ചെയ്യും, തെറ്റും. എന്നാ തെറ്റാൻ കാര്യം? എടി ഇവിടെ ഒരിക്കലും n 20 അല്ല. അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. നിങ്ങളൊന്ന് 2 മുതൽ 20, അതായത് 2 4 6 8 10 12 14 16 18 20. ഞാൻ ജസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് 2 മുതൽ 20 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 20 ഇരട്ട സംഖ്യകളുണ്ടോ? ഇവിടെ 2 മുതൽ 20 വരെ 20 ഇരട്ട സംഖ്യകളുണ്ടോ?
ഇല്ല. എത്രയേ ഉള്ളൂ? 1 2 3 4 5 6 7 8 9 10. 10 ഇരട്ട സംഖ്യകളേ ഉള്ളൂ. അപ്പൊ 2 മുതൽ 20 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 10 ഇരട്ട സംഖ്യകളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ n 20 എന്ന് എടുത്താൽ പറ്റുമോ? പറ്റില്ല, അത് തെറ്റാണ്. ഇത് സംഭവം തെറ്റാണ്. അപ്പൊ എങ്ങനെ ഈ n കണ്ടുപിടിക്കാം? n കണ്ടുപിടിക്കാനായി ഇവിടുത്തെ സംഖ്യ ഉണ്ടല്ലോ, ഇവിടുത്തെ സംഖ്യ എത്ര? 20. ആ 20ന്റെ നേരെ പകുതി എടുത്താൽ മതിയാകും. 10 ആണ് ഇവിടുത്തെ n എന്ന് പറയുന്നത്. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. ഇനി 2 + 4 + 6 + 8 + അപ് ടു പോയി 40 ആണ് എങ്കിൽ n എങ്ങനെ കണ്ടുപിടിക്കും? n കണ്ടുപിടിക്കാനായി ഈ 40ന്റെ പകുതി എടുത്താൽ മതി, 20 എന്ന് കിട്ടും. അതായത് 2 മുതൽ 40 വരെ 20 ഇരട്ട സംഖ്യകളുണ്ട്, 40 ഇരട്ട സംഖ്യകൾ ഇല്ല. മനസ്സിലായോ? അപ്പൊ n അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ n കണ്ടുപിടിച്ചേ? ഈ 20 ഉണ്ടല്ലോടാ, ഈ 20ന്റെ നേരെ പകുതി എടുത്തു, അപ്പോൾ 10 കിട്ടി. കാരണം എന്തുകൊണ്ടാ? കാരണം 2 മുതൽ 20 വരെ 10 ഇരട്ട സംഖ്യകളേ ഉള്ളൂ. വേണ്ട, നിങ്ങൾ എണ്ണി നോക്കിയോ. വലിയ വലിയ സംഖ്യകളൊക്കെ നോക്കുമ്പോൾ എണ്ണി നോക്കാനൊന്നും പറ്റില്ല. 2 + 4 + 6 അപ് ടു പോയി നമുക്ക് എന്താണ് വലിയൊരു ഇരട്ട സംഖ്യയൊക്കെ വരികയാണെങ്കിൽ എണ്ണി നോക്കാൻ പറ്റുമോ? ഇതിനിടയിൽ എത്രയുണ്ടെന്ന് എണ്ണി നോക്കാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംഖ്യയെ നേരെ അങ്ങ് പകുതി എടുത്താൽ മതി. അങ്ങനെ പകുതി എടുത്താൽ മതി എന്നോ പഠിച്ചു വെക്കില്ല. ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ പകുതി എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം 2 മുതൽ 20 വരെ 10 ഇരട്ട സംഖ്യ ഉള്ളൂ, 20 ഇരട്ട സംഖ്യ ഇല്ല. അതാണ് സംഭവം. അപ്പം നമുക്ക് ഈ n കിട്ടി, 10 ആണ് എന്ന് നമുക്ക് കിട്ടി ആണല്ലോ. അങ്ങനെയാണ് നേരെ ഫോർമുലയിൽ ഇട്ടാൽ പോലെ n × n + 1. അതാണ് ഫോർമുല. n × n + 1 ആണ്. കാരണം ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുലയാണ്. അപ്പോൾ n-ന് ഞാൻ 10 എന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ 10 × 10 + 1 ആണ്. 10 + 1 എത്രയാണ്? 11 ആണ്. അപ്പോൾ 10 × 11 എന്ന് വരും. 10 × 11 എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ്? 11 × 1 ചെയ്യുക. അപ്പം 11 ആണ്. 0 ഇടുക, 110. കിട്ടിയോ 110? അപ്പോൾ ഇതാണ് ചോദ്യം വരുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു. എങ്ങനെയാണ് ഈ ഒരു ചോദ്യം ചെയ്യുന്നത്? വേഗം നോക്കൂ. ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യും? യെസ്. എങ്ങനെയാ? 2 + 4 + 6 അപ് ടു 26. അപ്പോൾ നിങ്ങളെല്ലാവരും ഓടിച്ചെന്ന് n = 26 എന്ന് എഴുതരുത്. കാരണം 2നും 26നും ഇടയിൽ 26 ഇരട്ട സംഖ്യകളില്ല. n എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. അതായത് അതിനിടയിൽ എത്ര ഇരട്ട സംഖ്യകളുണ്ട് എന്ന എണ്ണമാണ് n എന്ന് പറയുന്നത്. അപ്പോൾ n കണ്ടുപിടിക്കാൻ ഈ 26ന്റെ പകുതി എടുക്കണം. n കണ്ടുപിടിക്കാൻ 26ന്റെ പകുതി എടുക്കണം. അപ്പോൾ എത്ര വരും? 13 എന്ന് വരും. 13 എന്നാണ് വരുന്നത്. പിന്നെ നമ്മൾ സമവാക്യം എടുക്കണം. n × n + 1 എന്ന സമവാക്യം എടുക്കണം. അപ്പോൾ n × n + 1 എന്ന് പറഞ്ഞാൽ 13 × n 13 അല്ലേ? n 13 നമുക്ക് കിട്ടിയില്ലേ? n 13 നമുക്ക് കിട്ടിയില്ലേ? 13 × 13 + 1 എന്ന് വരും. അപ്പോൾ 14. അപ്പോൾ 13 × 14 എന്ന് വരും. അത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയാവും. റെഡിയാണല്ലോ? അപ്പോൾ 14 × 13 എന്ന് പറഞ്ഞാൽ 4 3 12ന്റെ 2 ശിഷ്ടം 1, 1 3 3 1 4, 1 4 4 1 1. അപ്പോൾ 2 4 4 8 1, 182 എന്നതായിരിക്കും ഉത്തരം. റെഡിയാണല്ലോ? ഇത് സെറ്റാണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ എന്താണ് ഈ ഒരു തുകയുടെ കേസിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ബന്ധപ്പെടേണ്ടത് ഈ രീതിയിലാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഈ തുക കാണേണ്ടത് എന്നുള്ളതാണ്. നോക്കൂ, 2 + 4 + 6 അങ്ങനെ പോയി അപ് ടു 50. ഇവിടെ 2 + 4 + 6 അപ് ടു പോയി 50 എന്ന് പറഞ്ഞാൽ അവിടെ n എത്രയാണെന്ന് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. n ഒരിക്കലും 50 അല്ല. കാര്യം n 50 ആവാത്തതിൻ്റെ കാര്യം n എന്ന് പറഞ്ഞാൽ എണ്ണമല്ലേ. 2 മുതൽ 50 വരെ 50 ഇരട്ട സംഖ്യ ഉണ്ടോ? ഇല്ല, 50 ഇരട്ട സംഖ്യ ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ 2 മുതൽ 50 വരെയുള്ള ഇരട്ട സംഖ്യകൾ എല്ലാം ഒന്ന് എഴുതി നോക്കൂ, 50 ഉണ്ടോ എന്ന്. 50 ഇല്ല. അപ്പോൾ n ഒരിക്കലും 50 എന്ന് എഴുതാൻ പാടില്ല. n കണ്ടുപിടിക്കാനായി ഞാൻ പറഞ്ഞു ഈ 50നെ നമ്മൾ ÷ 2 ചെയ്യണം. അപ്പോൾ 25 എന്ന് കിട്ടും. അപ്പം 25 ഇരട്ട സംഖ്യകൾ ഉണ്ട്. അതായത് 2 മുതൽ 50 വരെ കൂട്ടുമ്പോൾ അതിനിടയിൽ 25, 2 മുതൽ 50 വരെ എടുക്കുമ്പോൾ അതിനിടയിൽ 25 എണ്ണം ഇരട്ട സംഖ്യകളുണ്ട്.
n എണ്ണമാണ്. അപ്പം നമ്മൾ ഫോർമുലയിൽ ഇടുന്നു, നമ്മൾ അല്ലെങ്കിൽ എന്താണ് സമവാക്യത്തിൽ ഇടുന്നു. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 എന്നാണ് വരുന്നത്. എന്താണ് n ഇൻറ്റു n പ്ലസ് 1. അതായത് n എന്ന് പറഞ്ഞാൽ എത്രയാണ്? വേഗം നോക്കൂ, n എന്ന് പറഞ്ഞാൽ 25 അപ്പോൾ നമ്മൾ 25 എടുത്തു, 25 പ്ലസ് 1 ചെയ്തു. അപ്പോൾ 25 ഇൻറ്റു 26 എന്ന് വന്നു. എത്രയാണ്? 25 ഇൻറ്റു 26. അത് ചെയ്താൽ മതിയാവും. അപ്പോൾ 26 ഇൻറ്റു 25 എന്ന് വരും. 6×5 30. റെഡിയാണല്ലോ? നോക്കൂ. യെസ്. അപ്പോൾ 6×5 30, 5×2 10, 13, 6×2 12, 2 ഇഷ്ടം 1, 2 4 1 5. അപ്പം 0 5 6 650. റെഡിയാണല്ലോ? സെറ്റ്. റെഡി? ഈ ഒരു ചോദ്യം കൂടി ചെയ്യാം. ഈ ഒരു ചോദ്യം 2 മുതൽ 100 വരെ, ഞാൻ പറഞ്ഞല്ലോ മാക്സിമം പോവുകയാണെങ്കിൽ 100 വരെയാണ് ചോദിക്കുക. അപ്പം 2 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളെ നമ്മൾ കൂട്ടിയാണ് 2 + 4 + 6 അങ്ങനെ 100 വരെ. അപ്പോൾ n എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കാരണം ഫോർമുല എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ n എത്രയാണെന്ന് തീർച്ചയായിട്ടും വേണം. അപ്പം n എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. അതായത് 2 മുതൽ 100 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാനായി നമ്മൾ ഈ 100നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. അതായത് 2 മുതൽ 100 വരെ 50 ഇരട്ട സംഖ്യകളുണ്ട്. അപ്പോൾ n 50 നമ്മളത് ഫോർമുലയിൽ ഇടുന്നു. 50 ഇൻറ്റു n പ്ലസ് 1, 50 + 1. അപ്പോൾ എത്രയാണ്? 50 ഇൻറ്റു 51 എന്ന് വരും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാനായിട്ട് നമ്മൾ 51 ഇൻറ്റു 5 ചെയ്തിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 5 25, ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 1 5 5 25, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. 250. റെഡിയാണല്ലോ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് ഇതുപോലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്കിൽ ഒരുപാട് ഇതുപോലത്തെ ബേസിക് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ഇനി ഇതുപോലെ ഓഡ് നമ്പർ ഉണ്ടല്ലോ, ഓഡ് നമ്പറിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട്, അതിൻ്റെ ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ഓഡ് നമ്പർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ബേസിക്സ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മാത്സിൻ്റെ നമുക്ക് എന്താണ് ക്യൂബുകൾ, നിങ്ങൾ 1 മുതൽ 20 വരെയുള്ള ക്യൂബുകൾ അത് ഓർത്ത് വെക്കുക. ഓരോന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. 16ൻ്റെ ക്യൂബ് എത്രയാണ്? 256. 17ൻ്റെ ക്യൂബ് എത്രയാണ്? 289. 18ൻ്റെ എത്രയാണല്ലോ ഓർത്ത് വെക്കുക. പിന്നെ ഘനം, അതായത് സ്ക്വയർ, 1 മുതൽ 20 വരെയുള്ള സ്ക്വയർ ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ക്യൂബ് 1 മുതൽ 10 വരെ ഓർത്ത് വെക്കുക. പിന്നെ അടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് സെറ്റാക്കി വെക്കുക. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഈ നിസർഗ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ, അതിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു. n ഇൻറ്റു n പ്ലസ് 1/2 അത് നമ്മൾ പഠിച്ചു. പിന്നെന്താണ് അല്ലേ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു. നോക്കൂ, നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു. n ഇൻറ്റു n പ്ലസ് 1/2. റെഡിയാണല്ലോ? ഇനി ഇതിൽ നിന്ന് നമ്മുടെ ഇരട്ട സംഖ്യകളുടെ ഈവൻ നമ്പേഴ്സിൻ്റെ ആദ്യ n ഇരട്ട സംഖ്യകളുടെ ആദ്യമാണ് കേട്ടോ, ഇടയ്ക്കൊന്നും പറ്റില്ല, ആദ്യത്തെ മാത്രമാണ്. ആദ്യത്തെ ഇരട്ട സംഖ്യകൾ, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് എന്താണ്, ഈ 2 അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1. റെഡിയാണല്ലോ? ഇനി ഓഡ് നമ്പേഴ്സ് ഉണ്ട്, ഒറ്റ സംഖ്യയുണ്ട്. ഒറ്റ സംഖ്യയുടെ നമ്മൾ അടുത്ത ക്ലാസ്സിലേ പറയത്തുള്ളൂ. എങ്കിൽ ഞാൻ ഫോർമുല ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. ഒറ്റ സംഖ്യയുടെ തുക കാണാനായിട്ട് നിങ്ങൾ ഈ ഫോർമുലയിൽ നിന്ന് ഈ ഒറ്റ സംഖ്യ ആയിട്ടുള്ള 1 അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ n ഇൻറ്റു n എന്ന് വരും. n ഇൻറ്റു n എത്ര? n². അതാണ് ഫോർമുല. ഇത് ഞാൻ ഒന്നുകൂടി അടുത്ത ക്ലാസ്സിൽ ഒറ്റ സംഖ്യകൾ ഞാൻ പഠിപ്പിക്കും. ഒറ്റ സംഖ്യകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അതിൻ്റെ ചോദ്യങ്ങൾ, ഒറ്റ സംഖ്യകളുടെ ചോദ്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ, ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് സെറ്റായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ക്ലാസ് തീർച്ചയായിട്ടും ആ ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ സെറ്റാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓഡ് നമ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഓക്കെ.